CBSE വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന CBSE പെൺകുട്ടികൾക്കുള്ള ഒരു സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. എന്താണ് സ്കോളർഷിപ്പ് എന്നുള്ളത് നോക്കാം. CBSE മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ബേസിക് ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സർക്കുലറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. This merit scholarship scheme is to provide scholarships to the meritorious single girl students who are the only child of their parents. CBSE provide ചെയ്യുന്ന സ്കോളർഷിപ്പ് എന്നുള്ളത് ഗേൾ സ്റ്റുഡൻസിനാണ് കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ് സ്റ്റുഡൻറ് ഷുഡ് ബി എ സിംഗിൾ ചൈൽഡ് ഓഫ് ദ ഫാമിലിയിലെ സിംഗിൾ ചൈൽഡ് ആയിരിക്കണം, ആ പാരൻസിനുള്ള സിംഗിൾ ചൈൽഡ് ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി എ ഗേൾ എന്നുള്ളതാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയാസ് എന്നുള്ളത് നമുക്ക് റെഫർ ചെയ്യാം. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ ഒരു സ്കീം ഉള്ളത്. 10ാം ക്ലാസ്സിൽ 70% ഓർ മോർ മാർക്സ് ഉള്ള കുട്ടികൾക്കാണ് ഈ ഒരു എലിജിബിലിറ്റി ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 60% ആയിരുന്നു. ഈ വർഷം മുതലാണ് 70% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ +1 CBSE ബോർഡിൽ തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. CBSE ആണ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. Students should have passed class 10 examination from the CBSE and secured 70% or more marks. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി കഴിഞ്ഞ വർഷം +1 ഉണ്ടായിരുന്ന കുട്ടി ഇപ്പോൾ +2 അവർക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു സ്കോളർഷിപ്പ് സ്കീം കിട്ടിയിട്ടുള്ള ആളാണ് എങ്കിൽ അവർക്ക് റിന്യൂ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അങ്ങനെയുള്ള കുട്ടികൾക്ക് +1 70% ഓർ മോർ മാർക്സ് കിട്ടിയിരിക്കണം എന്നുള്ളത് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. Pursuing class 11 and 12 from CBSE affiliated school. അപ്പോൾ CBSE affiliated ആയിട്ടുള്ള സ്കൂളിൽ തന്നെ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സ്റ്റുഡൻറ് ഗേൾ ഷുഡ് ബി ഓൺലി ചൈൽഡ് ഓഫ് ദർ പാരന്റ് എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ സർക്കുലറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്യൂഷൻ ഫീ ഷുഡ് നോട്ട് ബി മോർ ദാൻ ₹2,500 per month in class 10 and ₹3,000 per month in class 11 and 12. 10ാം ക്ലാസ്സിൽ ഓരോ മാസത്തെയും ട്യൂഷൻ ഫീ എന്നുള്ളത് 2,500 കൂടുതലാവാൻ പാടില്ല. +1 +2 പെർ മന്ത് ഉള്ള ട്യൂഷൻ ഫീ എന്നുള്ളത് 3,000 കൂടുതലാവാനും പാടില്ല എന്നുള്ളത് അവരുടെ സർക്കുലറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്യൂഷൻ ഫീയുടെ കാര്യം അവർ പറയുന്നത് പെർ മന്ത് ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ട്യൂഷൻ ഫീ എന്നുള്ളത് ഒന്ന് പ്രത്യേകമായിട്ട് ഒന്ന് കൺസിഡർ ചെയ്യേണ്ട സംഗതിയാണ്. അത് പെർ മന്ത് ആണ്, ഒരു മാസത്തിലുള്ള ഫീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റുഡൻസ് വിത്ത് ഗ്രോസ് പാരന്റൽ ഫാമിലി ഇൻകം അപ് ടു ₹8 lakh per annum, ഒരു വർഷത്തിൽ 8 ലക്ഷത്തിന് കുറവായിരിക്കണം എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ആർ എലിജിബിൾ ഫോർ സ്കോളർഷിപ്പ് അണ്ടർ ദ സ്കീം. എ സെൽഫ് ഡിക്ലറേഷൻ ബൈ പാരന്റ് ഓൺ എ നോൺ ജുഡീഷ്യൽ നോട്ടറൈസ്ഡ് സ്റ്റാമ്പ് പേപ്പർ ഷാൾ ബി അപ്ലോഡഡ് ഓൺലൈൻ. ആൻഡ് ഫസ്റ്റ് ക്വാർട്ടർലി ഫീ സ്ലിപ്പ് ഡ്യൂലി ഫിൽഡ് ബൈ ദി പ്രിൻസിപ്പൽ ഷുഡ് ബി അപ്ലോഡ് ഓൺലൈൻ. അപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കേണ്ടത്. അതിന്റെ വെബ്സൈറ്റ് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൂടെ കൊടുക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഈ പറയുന്ന ക്വാർട്ടറിലെ ഫീ സ്ലിപ്പ് പ്രിൻസിപ്പലുടെ സൈനോട് കൂടിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓൾ ദി അപ്ലിക്കേഷൻസ് മസ്റ്റ് ബി വെരിഫൈഡ് ഫ്രം ദ പ്രസന്റ് സ്കൂൾ where the student is studying. In case applications are not verified, the same will be rejected. The facility of processing the application is provided to the school where the candidate is studying. അപ്പോൾ ഇപ്പോൾ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യം കൂടെ പറയുന്നുണ്ട്. സർക്കുലറിന്റെ അവസാന ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫോർമാറ്റ് ഓഫ് അഫിഡവിറ്റ്, അതായത് ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് പാരന്റിന്റെ ഒരു അഫിഡവിറ്റ് കൂടെ കൊടുക്കേണ്ടത് സംഗതിയുണ്ട്. അതിന്റെ ഒരു ഫോർമാറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമ്മൾ ആപ്ലിക്കേഷന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് പറയുന്നത് റേറ്റ് ഓഫ് സ്കോളർഷിപ്സ് ആൻഡ് മോഡ് ഓഫ് പേയ്മെന്റ് എന്നുള്ളത് റേറ്റ് ഓഫ് സ്കോളർഷിപ്പ് ഷാൾ ബി ₹1,000 per month എന്നുള്ളതാണ്. സ്കോളർഷിപ്പ് awarded under the scheme shall be paid for a maximum period of 2 years. അപ്പോൾ 2 വർഷത്തേക്കുള്ള ഒരു സ്കോളർഷിപ്പാണ് ഈ പറയുന്ന CBSE പ്രൊവൈഡ് ചെയ്യുന്ന ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് എന്നുള്ളത്. ഒരു മാസം 1000 രൂപയാണ് കിട്ടുക. പേയ്മെന്റ് വിൽ ബി മെയ്ഡ് ത്രൂ ECS അല്ലെങ്കിൽ നെഫ്റ്റ്. ഈ മെത്തേഡിലൂടെയാണ് പേയ്മെന്റ് ലഭ്യമാകുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. അപ്പോൾ CBSE പഠിച്ചുകൊണ്ടിരിക്കുന്ന സിംഗിൾ ഗേൾ ചൈൽഡ് ആയിട്ടുള്ള ആളുകൾക്ക്, രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യുക. കൂടുതൽ കരിയർ അപ്ഡേറ്റ്സും സ്കോളർഷിപ്സിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വീഡിയോസ് ആയിട്ട് വരാം. ബൈ.